എമ്പുരാനെതിരെ RSS മുഖപത്രമായ ഓർഗനൈസർ. എമ്പുരാന് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയെന്ന് ലേഖനത്തിൽ പറയുന്നു. സിനിമ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയ അജണ്ടയാണ്. മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചെന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു. മോഹൻലാൽ എമ്പുരാൻ പൃഥ്വിരാജ് സുകുമാരൻസ് ഫിലിം എക്സ്പ്ലോയിറ്റ്സ് പോസ്റ്റ് ഗോത്ര റൈറ്റ്സ് ടു പുഷ് ആൻ ആന്റി ഹിന്ദു പൊളിറ്റിക്കൽ അജണ്ട എന്ന തലക്കെട്ടിലാണ് ഇന്നലെ ഈ ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഉള്ളടക്കം എന്താണ്? സുജയ, എമ്പുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിലടക്കം ശക്തമായി ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഓർഗനൈസറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു ലേഖനം വന്നിരിക്കുന്നത്. എമ്പുരാന്റെ ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ട എന്നാണ് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. വ്യക്തമായ വിമർശനം ഇതിൽ പൃഥ്വിരാജിനെതിരെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം പറയാൻ. മുൻപ് പല ഘട്ടങ്ങളിലും പൃഥ്വിരാജ് സ്വീകരിച്ച നിലപാടുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഗോത്ര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ഹിന്ദു സമൂഹത്തെ ഇതിൽ കുറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തുകയും അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമമൊക്കെ സിനിമ നടത്തി എന്ന വിമർശനമാണ് ഇതിൽ ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് പല ഘട്ടങ്ങളിലും പൃഥ്വിരാജ് എടുത്ത അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായ വിവാദങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാട്, അതോടൊപ്പം CAA സമരകാലത്ത് എടുത്ത നിലപാട്, ഒപ്പം വാര്യംകുന്നൻ എന്ന് പറയുന്ന സിനിമ നേരത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു, പിന്നീട് നടക്കാതെ പോയി. അതടക്കമുള്ള കാര്യങ്ങളിൽ പൃഥ്വിരാജിന്റെ അക്കാലത്തെ നിലപാടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ എമ്പുരാനെതിരെ ഓർഗനൈസർ എന്താണെങ്കിലും ഉയർത്തുന്നത്. ശക്തമായ രീതിയിൽ ഈ വിഷയങ്ങൾ, അതായത് ഈ ഗോത്ര കലാപത്തിന്റെ ദൃശ്യങ്ങളടക്കമാണെങ്കിൽ പോലും അതെല്ലാം ഹിന്ദു സമൂഹത്തെ വലിയ തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നതാണ് ഇതിൽ പരാമർശങ്ങളായി വരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ നടന്ന അതിക്രമമടക്കം ചിത്രീകരിക്കുന്ന രീതി, അതോടൊപ്പം തന്നെ മറ്റ് അക്രമ രീതികളൊക്കെ വലിയ തരത്തിൽ ഹിന്ദു സമൂഹത്തെ കുറ്റവാളികളെ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചു എന്ന വിമർശനം ഇതിൽ ഉയർത്തുന്നു. അതോടൊപ്പം തന്നെ മോഹൻലാലിനെതിരെയും വിമർശനം ഉണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മോഹൻലാലിനെ പോലെ പരിചയസമ്പന്നനായ ഒരു നടൻ വെറുപ്പ് വരുത്തുന്ന കഥ തിരഞ്ഞെടുത്ത ദുരൂഹം എന്നാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ മോഹൻലാൽ ആരാധകരെ വഞ്ചിച്ചു എന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു. എന്താണെങ്കിലും ഈ വിഷയം, പ്രത്യേകിച്ച് ഗോത്ര കലാപത്തെ കൃത്യമായി തന്നെ ഈ സിനിമയിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയ തീർച്ചയായും അത് കൃത്യമായി ഇതിൽ പറയുന്നുമുണ്ട്.